രാമേന്ദ്ര സാർ, ഈ ഹംഗറിയുടെ പ്രധാനമന്ത്രി ഈ ബില്യണറായിട്ടുള്ള വലിയ ബിസിനസ്മാനായിട്ടുള്ള ഈ ലോകത്തെ പലവിധ അട്ടിമറികൾക്കും പിന്നിൽ ഉണ്ട് എന്ന് സംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭ്യൂഹം പരക്കുന്ന അത് വാസ്തവമായിരിക്കാം. അപ്പം ആ ഒരു വ്യക്തിയാണ് ഈ ജോർജ് സോറോസ്. ഈ ജോർജ് സോറോസിനെതിരായിക്കൊണ്ട് അതായത് ഹംഗറിയുടെ പ്രധാനമന്ത്രി രംഗത്തെത്തി എന്നൊരു വാർത്ത വന്നിരുന്നു. എന്താണ് അതിലെ കാര്യം? അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോർജ് സോറോസ് ശരിക്കും ഹംഗറിക്കാരനാണ്. ഇപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്നു എന്നൊക്കെ ഉള്ളൂ. ഹംഗറിക്കാരനായ ജൂതനാണ്. അതുപോലെ തന്നെ ഹംഗറിയിൽ നിന്നുള്ള ഒരു ജൂത സ്ത്രീയായിരുന്നു ഫോറി നെഹ്റു. BK നെഹ്റുവിന്റെ ഭാര്യയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിൽപ്പെട്ട ആളാണ് BK നെഹ്റു. അപ്പോൾ രാഹുൽ ഗാന്ധിയും ഈ ജോർജ് സോറോസും ഒക്കെ പരസ്പരം അറിയുന്ന ആളുകളൊക്കെയാണ്. ഫോറി നെഹ്റുവിന് 100 വയസ്സായി കഴിഞ്ഞപ്പോൾ ചണ്ഡീഗഡിൽ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്ന് ജോർജ് സോറോസ് കാണുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ജോർജ് സോറോസ് കശ്മീരിലെ തീവ്രവാദികൾക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ പൈസ മുടക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനത്തെ മുല്ലപ്പൂ വിപ്ലവം എന്നൊക്കെ പറഞ്ഞ സംഗതികളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. രാജ്യത്ത് ലോകരാഷ്ട്രങ്ങളിൽ പല സ്ഥലത്തും പല അട്ടിമറികളുടെയും പിന്നാലെ നടന്നിട്ടുള്ള ആളാണ്. ഇപ്പോൾ അദാനിക്കെതിരെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ എഴുതിച്ചിങ്ങനെ വിടുന്നതൊക്കെ ജോർജ് സോറോസിൻ്റെ ആളുകളാണ്. ജോർജ് സോറോസ് മ്യൂണിക്കിൽ കഴിഞ്ഞ കൊല്ലം ഈ അദാനിയെ തകർക്കണം, അതുവഴി നമുക്ക് മോദിയെ തകർക്കണം എന്നൊക്കെ പ്രസംഗിച്ച ആളാണ് ഈ ജോർജ് സോറോസ്. ഈ ജോർജ് സോറോസിനെ പറ്റിയിട്ടാണ് അങ്ങേര് ജനിച്ച സ്ഥലത്തെ പ്രധാനമന്ത്രി വിക്ടർ ഓർബൻ വിക്ടർ എന്നാണ് ഉച്ചാരണം, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. വിക്ടർ ഓർബൻ പറഞ്ഞത് ഈ ജോർജ് സോറോസിന് ഇപ്പോൾ ഉള്ളത് ഒരു ഇസ്ലാമിക് അജണ്ടയാണ് എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാരണങ്ങളായിട്ട് വിക്ടർ ഓർബൻ പറയുന്നത് ഇസ്ലാമിക് മൈഗ്രേഷൻ, അതായത് ഇസ്ലാമിക കുടിയേറ്റം യൂറോപ്പിലേക്ക് മാസ് മൈഗ്രേഷൻ, വലിയ കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കുന്നത് ഈ ജോർജ് സോറോസാണ്. അങ്ങനെ ഒരു അജണ്ട സോറോസിനുണ്ട്. സാധാരണഗതിയിൽ ഇതൊക്കെ പറയുന്നൊരു വീഡിയോ അടുത്ത് ഇപ്പോൾ വീണ്ടും ജോർജ് സോറോസ് പറഞ്ഞത് ഇത്തരം കാര്യങ്ങൾ ഒരു 6 ഇന പ്രോഗ്രാം ഇതുമായി ബന്ധപ്പെട്ടത് പറഞ്ഞത് ഇപ്പോൾ വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഇദ്ദേഹം വിക്ടർ ഓർബൻ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. സാർ, ഈ യൂറോപ്പിൽ ഇത് വലിയ ഒരു പ്രശ്നമാണല്ലോ ഇപ്പോൾ. കാരണം ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ കുടിയേറ്റം വലിയ പ്രശ്നമാണ്. ഈ ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണത്തിന് ശേഷം. അതുകൊണ്ട് ഇപ്പൊ ജർമ്മനിയിൽ കുറെ മോസ്കുകളൊക്കെ അടച്ചല്ലോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ജർമ്മനിയിൽ ഒരു കത്തി ആക്രമണം നടന്നില്ലേ? മോസ്കോയിൽ കഴിഞ്ഞ ദിവസം ഒരു IS ആക്രമണം നടന്നില്ലേ? ടെലഗ്രാമിൽ IS അത് ഏറ്റെടുത്തിരുന്നു, ഞങ്ങളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട്. ഒമാനിൽ അടുത്ത കാലത്ത് ആക്രമണം നടന്നിരുന്നു. എത്ര സ്ഥലത്താണ് ഇപ്പോൾ പൊങ്ങി വരുന്നത് ഇത്തരം കാര്യങ്ങൾ. സാർ, ഈ ഒരു അജണ്ട നടപ്പിലാക്കാൻ ഇവർ ഈ മൈഗ്രേഷൻ ഉപയോഗപ്പെടുത്തല്ലേ? സത്യത്തിൽ മൈഗ്രേഷനെ സഹായിക്കുക, മൈഗ്രേഷൻ വേണമെന്ന് പറയുക. അത് ഞാൻ പറയാം. ജോർജ് സോറോസ് 2015 സെപ്റ്റംബർ 26 ഇറക്കിയ ഒരു പ്രോജക്റ്റ് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണത്തിൽ ഒരു 6 പദ്ധതി പറയുന്നതായിട്ട് ഈ വിക്ടർ ഓർബൻ, ഹംഗറിയുടെ പ്രധാനമന്ത്രി, പറയുന്നുണ്ട്. അതിലുള്ള പ്രധാനപ്പെട്ട 3 പോയിന്റ് യൂറോപ്യൻ യൂണിയൻ ഈ അഭയം തേടി വരുന്നവരെ ഒരു വർഷം യൂറോപ്പ് 10 ലക്ഷം അഭയം തേടി വരുന്നവരെ സ്വീകരിക്കണം. 10 ലക്ഷം 1 മില്യൺ ഏറ്റവും കുറഞ്ഞത് ഈ അഭയം തേടി വരുന്നവരെ സ്വീകരിക്കണം. 2, അഡിക്വറ്റ് ഫിനാൻസിങ്, അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം കൊടുക്കണം. അങ്ങനെയുള്ള ആളുകളെ സ്വീകരിക്കാനായിട്ട് പ്രത്യേക ബജറ്റ് ഉണ്ടായിരിക്കണം ഓരോ യൂറോപ്യൻ രാജ്യത്തിനും. 3, ഈ ദീർഘകാല യൂറോ ബോണ്ടുകൾ, ഈ ഇങ്ങനെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദീർഘകാല യൂറോ ബോണ്ടുകൾ ഇറക്കണം. പറഞ്ഞാൽ കടപ്പത്രം ഇറക്കണം ഈ ഇസ്ലാമിക കുടിയേറ്റത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാവുകയാണെങ്കിൽ അത് തരണം ചെയ്യാനും നമ്മൾ ബോണ്ടുകൾ ഇറക്കി ഇട്ടേക്കുക. അത് ഇസ്ലാമിക കുടിയേറ്റത്തിന് മാത്രമേ ഇതൊക്കെ അതാ പുള്ളി പറയുന്നത്. മൈഗ്രൻസിൻ്റെ സോഷ്യൽ വെൽഫെയർ
പുള്ളി ഈ മൈഗ്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഇസ്ലാമിക കുടിയേറ്റമാണെന്ന് യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ ഇപ്പൊ പറയുന്നുണ്ടല്ലോ 19-ാം നൂറ്റാണ്ട് മുതൽ. അപ്പൊ ജൂലൈ ഇപ്പൊ 2024 വീഡിയോ വന്നതായിട്ടാണ് ഇദ്ദേഹം പറയുന്നത്. ഹംഗറിയാണ് അപ്പോൾ ജോർജ് സോറോസിന്റെ മുഖ്യ ടാർഗറ്റ്. ഹംഗറിയിൽ ധാരാളം ഇത്തരം കുടിയേറ്റക്കാർ വരണം എന്നുള്ളതാണ്. പക്ഷെ 2015 ഈ കുടിയേറ്റ പ്രതിസന്ധി ഈ യൂറോപ്പിലെ രാജ്യങ്ങളൊക്കെ അഭിമുഖീകരിച്ചതാണ്. അന്ന് മുതൽ ഈ വിക്ടർ ഓർബൻ ഇത്തരം കുടിയേറ്റങ്ങൾക്കെതിരാണ്. ഇപ്പോൾ ഫ്രാൻസ്, ജർമ്മനി ഇവിടെയൊക്കെ വലതുപക്ഷ തീവ്ര പാർട്ടികള് സംഘങ്ങളൊക്കെ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ടല്ലോ. ഈ കുടിയേറ്റത്തിനെതിരാണ് അവര്. അതുകൊണ്ടാണ് ഈ ലോകവ്യാപകമായിട്ട് ഇപ്പോൾ റൈറ്റ് വിങ് പൊളിറ്റിക്സ് കൂടി വരുന്നത്. യൂറോപ്യൻ പാർലമെന്റിൽ റൈറ്റ് വിങ്ങേഴ്സിന് കൂടുതൽ സീറ്റ് കിട്ടിയത് ഇതൊക്കെ ഈ ഒരു സാഹചര്യം ഹമാസിന്റെ ആക്രമണത്തിന് ശേഷം നടക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഓർബൻ ഇപ്പോൾ പറയുന്നത് എംപയർ ഓഫ് സോറോസ്, സോറോസിന്റെ സാമ്രാജ്യം എന്ന് പറഞ്ഞൊരെണ്ണമുണ്ട്. എന്ന് പറഞ്ഞാൽ അത് NGOകളുടെ ഒരു നെറ്റ്വർക്ക് ഇന്ത്യയിലും ഒക്കെ ഉണ്ട്. ഇന്ത്യ പക്ഷേ അത് അത്യാവശ്യം കടപുഴക്കിയിട്ടുണ്ട്. ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ട് ജോർജ് സോറോസിന്. ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനാണ് ചില മാധ്യമങ്ങൾക്ക്, മാധ്യമ സംഘടനകൾക്ക്, അല്ലാത്ത NGOകൾക്കും ഒക്കെ ലോകമാകെ സഹായം ഫണ്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയും വളരെ അറിയപ്പെടുന്ന ചില നിരോധനമൊക്കെ ചില ഓൺലൈൻ സംഗതികൾക്കൊക്കെ ഈ സഹായം സോറോസിന്റെ കിട്ടുന്നുണ്ട്. പിന്നെ രാഷ്ട്രീയ നേതാക്കൾ, സോറോസ് സഹായിക്കുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ട്. ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അണ്ടർമൈൻ ക്രിസ്ത്യൻ കൺസർവേറ്റീവ് വാല്യൂസ് ആൻഡ് സോവറിനിറ്റി. അതായത് ക്രൈസ്തവ യാഥാസ്ഥിതിക മൂല്യങ്ങളെ അട്ടിമറിക്കുക. പിന്നെ അത്തരം ക്രൈസ്തവ മേൽക്കോയ്മ യൂറോപ്പിലുള്ളത് നശിപ്പിക്കുക. ഇയാൾ ജൂതനാണല്ലോ, അപ്പോൾ അയാൾക്കാകാം. അതുകൊണ്ടാണ് അയാൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് MP-മാരെ കാശ് കൊടുത്ത് മേടിക്കുന്നത്. ഇയാൾ ക്രിസ്ത്യാനികളായ രാഷ്ട്രീയ നേതാക്കളെയും വോട്ടർമാരെയും ഒക്കെ തെരഞ്ഞെടുപ്പൊക്കെ അട്ടിമറിക്കാനും ഒക്കെ വാങ്ങിക്കുന്നുണ്ട്. ഇപ്പം ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ ഈ ക്രിസ്റ്റോഫ് ജാഫ്രിലോട്ട് എന്ന് പറഞ്ഞിട്ട് അശോക യൂണിവേഴ്സിറ്റിയിൽ ഒരു ഫ്രഞ്ച് അക്കാഡമിക്ക് വന്ന് പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്റ്റോഫ് ജാഫ്രിലോട്ട് വലിയ അക്കാഡമിഷ്യനാണെന്നൊക്കെ പലരും കരുതുന്ന ആളാണ്. ഇയാളാണ് ഈ കാസ്റ്റ് സെൻസസ് എന്ന് പറഞ്ഞ ആശയം കൊണ്ടുവന്നത്. ജാതി സെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിന്ദുക്കളിൽ വിഘടനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണല്ലോ. ഈ രാഹുൽ ഗാന്ധി വേണമെന്ന് പറയുന്നത് ക്രിസ്റ്റോഫ് ജാഫ്രിലോട്ടിന്റെ കയ്യിൽ നിന്ന് ഈ ആശയം സ്വീകരിച്ചിട്ടാണ്. ആദ്യം പറയുന്നത് ജാഫ്രിലോട്ടാ, എന്നിട്ടാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ വരുന്നത് കോൺഗ്രസിന്റെ. അപ്പൊ ഈ ജാഫ്രിലോട്ട് ഇത് ചെയ്തിരിക്കുന്നത് നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല. ഹിന്ദുക്കളെ സവർണരായിട്ടും അവർണരായിട്ടും തിരിച്ചിട്ട് ബ്രിട്ടീഷുകാർ വിഭജിച്ച് ഭരിച്ചിരുന്ന പോലെ ചെയ്യാം, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ അട്ടിമറിയിൽ ഇത് ജോർജ് സോറോസ് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് ഈ ക്രിസ്റ്റോഫ് ജാഫ്രിലോട്ട്. അങ്ങേർക്ക് കിട്ടിയിട്ടുള്ള അക്കാദമിക സഹായങ്ങളൊക്കെ ഉണ്ടല്ലോ ഗവേഷണത്തിന് എന്നൊക്കെ പറഞ്ഞ്, അതൊക്കെ ഇങ്ങേരുടെ ചില NGOകളിൽ നിന്നൊക്കെ ആണ് സോറോസിന്റെ പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇന്ത്യയിൽ ഈ OBC ST സെൻസസ് എന്നുള്ള പരിപാടിയൊക്കെ യാഥാർത്ഥ്യം മറച്ചു വെക്കാനാണ് എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് സോറോസിന്റെ നേതൃത്വത്തിൽ ചെയ്യുന്നത്. സോറോസിന്റെ യഥാർത്ഥ ഉദ്ദേശം ഇന്ത്യയിലെ ആഭ്യന്തര സമരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതാണല്ലോ ഹിന്ദു സംസ്കാരം ഉണ്ടല്ലോ, ഹിന്ദു സംസ്കൃതി, നാഗരികത, സിവിലൈസേഷൻ, ഇതിനെയൊക്കെ ഇല്ലായ്മ ചെയ്യുക. ഇതൊക്കെയാണ് അതിനു വേണ്ടിയിട്ടാണ് ഈ ജാതി സെൻസസ് ഒക്കെ പോലെയുള്ള പരിപാടികളൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നത്. സാർ, അത് ഒരു ലോകത്താകമാനൊരു പ്രത്യേക രാഷ്ട്രം ഉണ്ടാക്കുക എന്ന ചില വിഭാഗങ്ങളുടെ ഒരു സഹായത്തിന്റെ ഭാഗമായിട്ടാണല്ലോ നടക്കുന്നത്. ഇദ്ദേഹം ഈ ഇസ്ലാമൈസേഷനെ സഹായിക്കുന്നു എന്ന് ഈ ഓർബൻ പറയുന്നത്. ഇപ്പോൾ എലോൺ മസ്കും ഒക്കെ ഈ സോറോസിനെയൊക്കെ സഹായിക്കുന്ന നിലപാട് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും മസ്ക് പക്ഷെ ഒരിക്കൽ പറഞ്ഞിരുന്നു സോറോസ് വിൽ ഫിനിഷ് ഓൾ സിവിലൈസേഷൻസ് എന്ന് പറഞ്ഞിരുന്നു.
എല്ലാ സംസ്കാരത്തിനെയും തകർത്ത് ഇനി സോറോസിന്റെ സംസ്കൃതി, സോറോസിന്റെ സിവിലൈസേഷൻ, സോറോസിനാണെങ്കിൽ ഒരു മകനുണ്ട് ഈ പരിപാടികൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്, അലക്സാണ്ടർ സോറോസ് എന്ന് പറഞ്ഞിട്ട്. അയാളാണ് ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷന്റെ മീറ്റിങ്ങിലൊക്കെ ഇരിക്കുക. ഈ ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനൊക്കെ ബന്ധപ്പെട്ട ഒരു സുനിത വിശ്വനാഥനാണ് ഈ രാഹുൽ ഗാന്ധിയുടെ അമേരിക്കൻ സന്ദർശനങ്ങളൊക്കെ സംഘടിപ്പിക്കുക, ഹഡ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോവുക, ഇങ്ങനെ പല പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഈ കോൺഗ്രസ് എന്ന് പറയുന്നത് ഇയാളുടെ അജണ്ടയിലൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. ഈ സോറോസിന്റെ ഒക്കെ ഈ പണം വാങ്ങിയിട്ടൊക്കെയുള്ള അജണ്ടയുടെ ഭാഗമാണ് ഈ ധ്രുവ് റാട്ടി എന്ന് പറഞ്ഞ് ജർമ്മനിയിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന കഥാപാത്രം. ഇപ്പൊ നമുക്ക് എന്തായാലും സോറോസിന്റെ നാട്ടിൽ നിന്ന് തന്നെ, ആ പ്രധാനമന്ത്രിയിൽ നിന്ന് തന്നെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. എന്തായാലും ഇത്തരം അജണ്ടകളൊക്കെ ഹംഗറിയെ പോലുള്ള രാജ്യം തിരിച്ചറിയുന്നു എന്ന് പറയുന്നത് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. ശരി.